ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും HPSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജൂണിൽ എക്സാം കലണ്ടർ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുള്ളൊരു പരീക്ഷ കലണ്ടറായിരുന്നു അത്. കാരണം ഒരുപാട് ടെക്നിക്കൽ എക്സാമിനേഷൻസൊക്കെ തന്നെ അന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു എക്സാമിനേഷൻ കലണ്ടർ വൈകിയപ്പോൾ ഒന്ന് ടെൻഷൻ അടിച്ചു. എന്താണ് ടെക്നിക്കൽ എക്സാം ഇത്ര ഉള്ളതുകൊണ്ടാണോ ഈ ഒരു കലണ്ടർ വൈകിയെന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. കാരണം സിവിലല്ല മെക്കാനിക്കലുകാർ ഒത്തിരി പരീക്ഷ, ഇലക്ട്രോണിക്സുകാർ ഒത്തിരി പരീക്ഷ, സിവിലുകാരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ രണ്ടെണ്ണം ഞാൻ കണ്ടിരുന്നു. അതുപോലെ ഇലക്ട്രിക്കൽ, അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കൽ എക്സാമിനേഷൻസ് നടക്കുന്നൊരു ടൈമാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ അടക്കമുള്ള ഒരുപാട് പേര് കാത്തിരുന്ന പരീക്ഷകൾ നടക്കുന്നൊരു മന്താണ് ജൂൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഇത്തിരി സാധാരണഗതിയിൽ വരുന്നതിനേക്കാൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. കൺഫർമേഷനൊക്കെ വന്നതിന് ശേഷം നല്ലൊരു ഗ്യാപ്പ് വന്നു. ഇത്രയും ഗ്യാപ്പൊന്നും സാധാരണഗതിയിൽ വരാറില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ കലണ്ടർ വന്നിരിക്കുകയാണ്. ഞാനപ്പോൾ അതിൻ്റെ ഫുൾ കലണ്ടർ നമ്മളുടെ HPSC ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ ഓരോന്നിൻ്റെയും നമ്മളിപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മാത്രമാണ് ഞാനിതിൽ പറയണത്. ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷൻ്റെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. രണ്ടിൻ്റെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത്തവണ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതല്ല, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല അവർ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് ACDൻ്റെയൊക്കെ ഓരോ ടോപ്പിക്കിന് എത്ര മാർക്ക് വരെ, 1 മാർക്ക്, അര മാർക്ക് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് പോലും അവരത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ തട്ടിക്കുട്ടി ഒരു സിലബസ് ഇട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. മുമ്പ് നമ്മളിപ്പോൾ ലെക്ചറിൻ്റെ സിലബസ് കാണുന്ന പോലൊരു മൊത്തമായിട്ട് ഇതിന് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെക്ഷൻ എത്ര മാർക്ക് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഏരിയാസ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. മറ്റേത് പറയുമ്പോൾ ആ ഒരു ടോപ്പിക്ക് മര്യാദയ്ക്ക് നോക്കിയാൽ മതി. ഇതങ്ങനെയല്ല, കാരണം ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ഈ ഒരു ഭാഗം തന്നിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളൊരു രീതിക്കായിരിക്കും ഇത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിൽ ആസ് യൂഷ്വൽ ഏതൊരു ഇലക്ട്രോണിക്സ് എക്സാമിനേഷനും പോലെ അതിൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ബേസിക് ഇലക്ട്രിക്കൽ, അതൊക്കെയാണ്. ബേസിക് ഇലക്ട്രിക്കലും സാധാരണയൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ബേസിക് ഇലക്ട്രിക്കൽ നമ്മൾ ഒരു എക്സ്ട്രാ ടോപ്പിക്കായിട്ട് നമുക്ക് കണക്കാക്കിയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മറ്റേ നെറ്റ്വർക്ക് തിയറിയൊക്കെ അല്ലേ, അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബേസിക് ഇലക്ട്രിക്കൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. 805 പിന്നെ കോമൺ ടോപ്പിക്കാണ്, നമ്മുടെ സ്വന്തം ടോപ്പിക്ക് തന്നെ ആയതുകൊണ്ട്. പിന്നെ പുറമേ നിന്ന് ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ കൺട്രോൾ സിസ്റ്റമൊക്കെ എക്സ്പെക്ട് ചെയ്താണ്, പക്ഷേ കൺട്രോൾ സിസ്റ്റം ഒന്നും ഇതിൽ വന്നിട്ടില്ല. അതിനൊരു ഭാഗ്യം. അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ ഒത്തിരി എക്സാമിനേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് പെട്ടെന്ന് എക്സാമുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ ടഫറായിട്ടുള്ള പരീക്ഷകൾ അധികം പഠിക്കാത്ത ആൾക്കാർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോലുള്ള എക്സാമിനേഷനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇതെന്ന് പറയുമ്പോൾ അത്രയ്ക്കും പഠിക്കാനില്ലല്ലോ. പക്ഷേ അതാണ് കുറച്ചുകൂടി ബെറ്റർ. കട്ട് ഓഫ് കുറവായിരിക്കും, പക്ഷേ വാക്കൻസി കുറവായിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് അത്യാവശ്യം ഇത്രയും പേര് എഴുതുന്നതുകൊണ്ട് കൂടുതലായിരിക്കും, വാക്കൻസി അത്യാവശ്യം കൂടുതലാണ്. ഇത്തവണ കുറേ വർഷത്തിന് ശേഷം വന്നതുകൊണ്ട് 42 വാക്കൻസികൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കൂടാണ്ട് ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് വാക്കൻസികൾ അപ്ഡേറ്റഡ് ആയിട്ട് 46 വാക്കൻസികൾ എത്തിയിട്ടുണ്ട്. കൂടാൻ ചാൻസ് ഉണ്ട്. ലെക്ചറിന് ഇലക്ട്രോണിക്സ് ഒക്കെ കണ്ടതല്ലേ, 12 വാക്കൻസികൾ വന്നിട്ട് ഇപ്പോൾ 10-75 അഡ്വൈസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. 10-20 വർഷമായിട്ട് ഇത് നടത്താതിരുന്നത് കൊണ്ട് തന്നെ. നോക്കാം. സെമി കണ്ടക്ടർ ഡയോഡ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത് സാധാരണ നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന പോലെ എനർജി ബാൻഡിൽ നിന്ന് തുടങ്ങി സ്റ്റാർട്ടിങ് എനർജി ബാൻഡ്, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ഇൻഡൻസ് സെമി കണ്ടക്ടർ, അതിൻ്റെ ഡോപ്പിംഗ്, P and N ടൈപ്പ്, മെജോറിറ്റി മൈനോറിറ്റി കേസ് ഒക്കെ സ്ഥിരമായിട്ട് എല്ലാത്തിനും കാണുന്നതാണ്. ഡിപ്ലീഷൻ ലെയർ, പൊട്ടൻഷ്യൽ വേറെ, പിന്നെ അങ്ങനെ PN ജംഗ്ഷനിലേക്ക് വരും. ഫോർവേഡ്, റിവേഴ്സ്, ബ്രേക്ക് ഡൗൺ ഓൺ ഡയോഡ്സ്, അതുപോലെ സെനർ ആൻഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ, VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് അതൊക്കെയാണ്. പവർ, സെനർ, വാരാക്ടർ, ടണൽ ഡയോഡ് അതൊക്കെയാണ്. PN ജംഗ്ഷൻ ഡയോഡ്, DC ലോഡ് അനാലിസിസ്, ഹാഫ് വെറക്റ്റിഫയർ, ഫുൾ വെറക്റ്റിഫയറിലുള്ള 2 ടൈപ്പുകൾ, പിന്നെ കപ്പാസിറ്റർ, പിന്നെ ഇതിൻ്റെ ഫിൽറ്റേഴ്സ്, പിന്നെ അതിൻ്റെ റെഗുലേറ്റർ സർക്യൂട്ട്, അത്രയും കാര്യങ്ങളൊക്കെ. ഫിൽറ്റേഴ്സ് പറയുമ്പോൾ പേരിന് കപ്പാസിറ്റർ ഫിൽറ്റർ സർക്യൂട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളവർ, അല്ലാതെയും ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിലെ ടോപ്പിക്കുകൾ തന്നത് പഠിച്ചതിന് ശേഷം ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പഠിക്കാനുണ്ടാവും. ഇവർ കപ്പാസിറ്റർ ഫിൽറ്റർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലായിട്ട് മതി കേട്ടോ.
ബേസിക് ഇലക്ട്രിക്കൽ 10 മാർക്കാണ്. നമ്മുടെ സൂപ്പർ പൊസിഷൻ തിയറം, തെവനിൻസ്, നോർട്ടൺസ്, റെസിപ്രോസിറ്റി തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ, ഈ തിയറംസ് ഒക്കെ നോക്കുക. ഫണ്ടമെൻറ്റൽസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇത് അത്ര വലിയ പ്രശ്നങ്ങളല്ല. വേവ് ഫോം, ടൈം പീരീഡ്, ഫ്രീക്വൻസിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഡെഫിനേഷനൊക്കെ വേണ്ടുള്ളൂ. ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ഡിഫറൻസ്, RMS, ആവറേജ്, AC ത്രൂ, റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റർ, ക്യൂ ഫാക്ടറിൻ്റെ കുറേ ഇക്വേഷൻസ് ഉണ്ടല്ലോ. Q = ഫ്രീക്വൻസി, വേവ്, ബാൻഡ്വിഡ്ത്തും ഇൻ ടേംസ് ഓഫ് പലതിൻ്റെയും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതൊന്ന് നോക്കേണ്ടി വരും കേട്ടോ. റെസൊണൻസ് സർക്യൂട്ട് എന്താണ്? റെസൊണൻസ് സർക്യൂട്ട് എപ്പോഴും ചോദിക്കും. പാരലൽ സീരീസ് റെസൊണൻസ്, അതുകൊണ്ട് അതൊരു ചോദ്യം കംപ്ലീറ്റ് ആയി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ RLC സീരീസ്, പാരലൽ സർക്യൂട്ട്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, അതിൻ്റെ ഇക്വേഷൻ ആൻഡ് ഇമ്പീഡൻസ്, ലൈൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, ഫേസ് വോൾട്ടേജ്, കറണ്ട്, പിന്നെ 3 ഫേസ് സിസ്റ്റം, സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ്, ഇതൊക്കെ നമ്മുടെ ഇലക്ട്രിക്കലി കുറച്ചുകൂടെ ഇൻഡെപ്തായി വരുന്നത്. ട്രാൻസ്ഫോമർ, ലോസസ് ഇൻ ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫർ, പവർ ട്രാൻസ്ഫർ, DC ജനറേറ്റർ, EMF ഇക്വേഷൻ ഓഫ് DC ജനറേറ്റർ, DC ഷണ്ട് ജനറേറ്റർ, കമ്മ്യൂട്ടേറ്റർ ഇൻ DC മെഷീൻസ്, DC മോട്ടർ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഷണ്ട് സീരീസ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ ചോദിക്കട്ടെ, പക്ഷേ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളല്ല, അത് എന്തിനുള്ളതാണെന്നൊക്കെയാണ് ചോദിക്കുക. ഷണ്ട് സീരീസ്, കോമ്പൗണ്ട് മോട്ടോഴ്സ്, സ്പീഡ് കൺട്രോളിങ് യൂസിങ് ഫീൽഡ് കൺട്രോൾ ആൻഡ് ആർമേച്ചർ, വോൾട്ടേജ് കൺട്രോൾ, ഓൾട്ടർനേറ്റേഴ്സ് എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി, നമ്പർ ഓഫ് പോൾസ്, ആ ഒരു ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, കേസ് ആൻഡ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ, സ്റ്റാർട്ടിങ് ഓഫ് AC മോട്ടർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, യൂണിവേഴ്സൽ മോട്ടർ, സ്റ്റെപ്പർ മോട്ടർ. യൂണിവേഴ്സൽ മോട്ടറൊക്കെ ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ, അത് ചോദിക്കാം. പിന്നെ ട്രാൻസിസ്റ്റർ, പിന്നെ ഒരുവിധം പഠിച്ചിട്ടുള്ള എല്ലാവരും ഇലക്ട്രോണിക്സിലെ എക്സാമിൽ അത് പഠിക്കുന്ന ഭാഗമാണ്. നമ്മുടെ പിന്നെ വളരെ കോറായിട്ടുള്ളൊരു പേപ്പറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. കോൺഫിഗറേഷൻസ്, പല ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻസ്, CB മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. പക്ഷേ അവർ താഴെ കമ്പാരിസൺ ഓഫ് 3 പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് CBയും Cയും CCയും പഠിക്കണം. കമ്പാരിസൺ നിന്ന് എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. കളക്ടർ കറണ്ട്, ടേംസ് ഓഫ് ബേസ് കറണ്ട് ആൻഡ് ലീക്കേജ് കറണ്ട്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, CC കോൺഫിഗറേഷൻ ശരിക്കും പറഞ്ഞാൽ മുന്നിൽ വരുന്നതാണ്, അത് ഇത്തിരി വിട്ട് വന്നതാണ് കേട്ടോ. എക്സ്പ്രഷൻ ഓഫ് എമിറ്റർ കറണ്ട് ഇൻ ടേംസ് ഓഫ് ബേസ് കറണ്ട് ആൻഡ് ലീക്കേജ് കറണ്ട്, കമ്പാരിസൺ ഓഫ് ആൽഫ ബീറ്റ ഗാമ, ആ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ പറയണം. പിന്നെ ഈ 3 ഗെയിന് അതിൻ്റെ തമ്മിലുള്ള കമ്പാരിസൺസ്, ട്രാൻസിസ്റ്റർ ബയാസ് ആൻഡ് ടെക്നിക്സ്, DC ലോഡ് ലൈൻ, ഫിക്സിങ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ യൂസ് എന്താണ്, നീഡ് ഫോർ സ്റ്റെബിലൈസേഷൻ, ഡിഫറെൻറ്റ് ബയാസിംഗ് മെത്തേഡ്, വർക്കിംഗ് ഓഫ് സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റേഴ്സ്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്താണ്. പിന്നെ ജെഫെറ്റിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും വരാറുള്ളതാണ്. P ചാനൽ, N ചാനൽ, ആ ഫിഗേഴ്സൊക്കെ നോക്കി വയ്ക്കുക. FET കമ്പാരിസൺ വിത്ത് BJT, അത് സ്ഥിരമായി നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. മറ്റേ മെജോറിറ്റി കരിയേഴ്സ് ഏതാണ്, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. മറ്റേത് ഒന്ന് മെജോറിറ്റി കരിയർ മാത്രമായിരിക്കുള്ളൂ, മറ്റേതിന് 2 ടൈപ്പ് ഓഫ് കരിയേഴ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നോക്കുക. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പാരാമീറ്റേഴ്സ് ഓഫ് ജെഫെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻസ് നോക്കുക. മോസ്ഫെറ്റ് ടൈപ്സ് 2 ഉണ്ട്, ഡിപ്ലീഷനും എൻഹാൻസ്മെൻറ്റും. UJTയും ചോദിക്കുന്നതാണ്. UJT റിലാക്സേഷൻ ഓസിലേറ്റർ ആയിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കേട്ടോ. VICARA, SMD ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്, ഫോട്ടോ റെസിസ്റ്റേഴ്സ്, ഫോട്ടോ ഡയോഡ്സ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, ഫോട്ടോ വോൾട്ടൈക് സെൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അത് വേറൊരു രീതിയിലാണ് ചോദിക്കുക. സോളാർ സെല്ലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നോക്കി വയ്ക്കണം കേട്ടോ. LED, LCD, ഒപ്റ്റോ കപ്ലർ, പിന്നെ പവർ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗമാണ്. UJT, FET, പ്രിൻസിപ്പൽ ഓപ്പറേഷൻ ഓഫ് ജെഫെറ്റ്, പാരാമീറ്റേഴ്സ് ഓഫ് ജെഫെറ്റ്, മോസ്ഫെറ്റ്, ഡിപ്ലീഷൻ, അതിന് 2 ടൈപ്പ്, ഡിപ്ലീഷൻ മോസ്ഫെറ്റ്, എൻഹാൻസം മോസ്ഫെറ്റ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ജെഫെറ്റ് ആൻഡ് മോസ്ഫെറ്റ്, SCR, ഡയാക്കും ട്രയാക്കൊക്കെ ചോദിക്കുന്നതാണ്. ഗേറ്റ് ഉള്ളത്, ഗേറ്റ് ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട്, ആ ഭാഗം ചോദിക്കുന്നതാണ്. UJT പല കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടിലൊക്കെയാണ്. DC മോട്ടോർ ഡ്രൈവ്സ്, LVDT ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഡയലക്ട്രിക് ഹീറ്റിംഗ്, SCR ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ടെക്നോളജി, അത് IC ടെക്നോളജി. SMD അഡ്വാൻറ്റേജസ്, പവർ സപ്ലൈ, വോൾട്ടേജ് റെഗുലേഷൻസ്, ലൈൻ റെഗുലേഷൻ, ലോഡ് റെഗുലേഷൻ, ഇക്വേഷൻസ് നോക്കുക. ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ, സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ, ഫിക്സഡ് ആൻഡ് വേരിയബിൾ പവർ സപ്ലൈസ്, പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സ്, കറണ്ട് ലിമിറ്റിംഗ്, ഫോൾഡ് ബാക്ക് ലിമിറ്റിംഗ്, SMPS, UPS ഡിഫറെൻറ്റ് ടൈപ്പ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ UPS ഒക്കെ ഉണ്ടല്ലോ. 3 ടൈപ്പ് ഓഫ് UPS ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ ഓഫ്ലൈനാണ് അവർ പറയുന്നത്. പിന്നെ ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് 10 മാർക്ക് തന്നെ, വളരെ ചെറിയൊരു ഏരിയയാണ്. അനലോഗ്, ചെറിയ ഏരിയ അല്ല, പഠിക്കുമ്പോൾ നിറയുണ്ടാവും. ടോപ്പിക്കിൽ ചെറുതായിട്ട് അനലോഗ് ഡിജിറ്റൽ മീറ്റേഴ്സ്, വീസ്റ്റൺ ബ്രിഡ്ജ്, ക്യൂ മീറ്റർ, CRO സിഗ്നൽ ജനറേറ്റർ, റെക്കോർഡേഴ്സ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ മീറ്റർ, ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം, അങ്ങനെ. പിന്നെ ഓപ്പാമ്പ് 10 മാർക്ക് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് ഓപ്പാമ്പ് എന്നാണ് സാധാരണ ചോദ്യം ചോദിക്കുക. വെർച്വൽ ഗ്രൗണ്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അതിൻ്റെ ആ ഒരു സംഭവമല്ലേ, നമ്മുടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്, അത് നോക്കുക. വെച്ചുകൊണ്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇൻപുട്ട് ബയാസ് കറണ്ട്, ഔട്ട്പുട്ട്, ഇതിലൊക്കെ ഇക്വേഷൻസും വരും. അതുപോലെ തന്നെ
അതെന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കി വയ്ക്കുക. ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, CMRR, സ്ലീവ് റേറ്റ്, ഇതിനൊക്കെ ഇക്വേഷൻസ് നോക്കാനുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ആൻഡ് ആക്ച്വൽ ഓപ്പ് ആമ്പ്, വാല്യൂസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നോക്കി വയ്ക്കുക. ചിലത് ഇൻഫിനിറ്റിയും സീറോയും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോന്നിനും CMRRൻ്റെ വാല്യൂ എന്താണ്, സ്ലീവ് റേറ്റിനൊക്കെ ഒരു 741C ആണ് IC എടുക്കണമെങ്കിൽ അതേതെന്നൊക്കെ പിന്നെ ചോദിക്കാറില്ലേ, അത് നോക്കുക. അത് രണ്ടും നോക്കുക. അതിൻ്റെ സീറോ ഇൻഫിനിറ്റി പോലുള്ള വാല്യൂസും നമ്മൾ കറക്റ്റ് റിയൽ വാല്യൂസും പറയുന്നത് നോക്കുക. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംപ്ലിഫയർ കേട്ടോ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, വോൾട്ടേജ് ഫോളോവർ, കമ്പറേറ്റർ ഈ സ്ക്വയർ വേവ് ജനറേറ്റർ അത് ഏത് ടൈപ്പാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട് കേട്ടോ. ഡിഫറൻസ് ആംപ്ലിഫയർ, സമ്മിങ് ആംപ്ലിഫയർ, ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷ്യേറ്റർ. ഈ ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററും വേവ് വരുന്നത്, ഇൻ്റഗ്രേറ്ററിൽ കൂടെ സൈൻ വേവ് വന്നു കഴിഞ്ഞാൽ എന്താ അപ്പുറത്ത് വരിക, ഡിഫറൻഷ്യേറ്ററിൽ കൂടെ സൈൻ വേവ് വന്നാൽ എന്താ വരിക, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ, ഷ്മിറ്റ് ട്രിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. വിൻഡോ ഡിറ്റക്ടർ, ലോഗരിതമിക് ആംപ്ലിഫയർ നമ്മൾ ഏത് കോമ്പണൻ്റ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻറ്റി ലോഗ് ആംപ്ലിഫയർ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുക കേട്ടോ. ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, പിന്നെ DAC, ADC, അതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. R2R ലാഡർ ടൈപ്പും D2A കൺവെർട്ടർ, കൗണ്ടർ ടൈപ്പ്, ഡുവൽ സ്ലോപ്പ് ഇൻ്റഗ്രേഷൻ, സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ്, ADC ഫ്ലാഷ്, ADC ഇമ്പോർട്ടൻ്റ് ആണ്, ഫാസ്റ്റ് ആണ്. ഹാഫ് വെയർ റെക്ടിഫയർ, ഫുൾ വെയർ പ്രെസിഷൻ റെക്ടിഫയർ. സാധാരണ റെക്ടിഫയറും പ്രെസിഷൻ റെക്ടിഫയറും നമ്മുടെ ഡിഫറൻസ് അറിയാമല്ലോ അല്ലേ. ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, LPF, HPF, അത് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, RC ഫേസ് ഷിഫ്റ്റർ, വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് അത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ട്രയാങ്കുലർ വേവ് ജനറേറ്റർ രണ്ട് ടൈപ്പ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ രണ്ട് കാര്യം നോക്കുക. PLL പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, ലോക്ക് റേഞ്ച് ക്യാപ്ചർ റേഞ്ചിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻസ് ഓഫ് PLL, അതിന് യൂസ് ചെയ്യുന്ന IC ഏതാ നോക്കുക. VCO, LM566 ടൈമർ, IC555 വർക്കിംഗ് പ്രിൻസിപ്പിൾ, മോണോസ്റ്റേബിൾ അസ്റ്റേ മൾട്ടി വൈബ്രേറ്റർ യൂസിങ് IC555. ഇക്വേഷൻസ് നോക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓസിലേറ്റർ 10 മാർക്കിനെ ചോദിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ കുറച്ച് ഇവിടെ വരുന്നുണ്ട്. ബാർക്കോസിങ് ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നോക്കുക. RC ഓസിലേറ്റർ, RC ഫേസ് ഷിഫ്റ്റ്, RC രണ്ടെണ്ണം ഉണ്ട് അല്ലേ, ഫേസ് ഷിഫ്റ്റും വീൻ ബ്രിഡ്ജും. LC രണ്ടെണ്ണം ഉണ്ട്, ഹാർട്ട്ലിയും കോൾപിറ്റ്സും. ക്രിസ്റ്റൽ ഓസിലേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ വേറൊന്നും കൂടെ ഉണ്ടല്ലോ, അല്ല ക്രിസ്റ്റൽ ഓസിലേറ്റർ അല്ല, ഈ കോൾപിറ്റ്സിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്ലാപ്പ് ഓസിലേറ്ററും കൂടെ ഒന്ന് നോക്കുക കേട്ടോ എന്താണെന്നുള്ളത്. മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റേബിൾ, അസിങ്ക്രണസ് മെത്തേഡ് ഓഫ് ട്രിഗറിങ് എന്താണ്, മോണോസ്റ്റേബിൾ, മൾട്ടി വൈബ്രേറ്റർ യൂസിങ് ട്രാൻസിസ്റ്റർ. ഈ വൈബ്രേറ്ററൊക്കെ നമ്മൾ പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, 555 യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. ട്രിഗറിങ് മെത്തേഡ്സ് എന്താണ്, ഓഫ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഓപ്പറേഷൻ ഓഫ് സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ്, ഓപ്പറേഷൻ ഓഫ് ഷ്മിറ്റ് ട്രിഗർ സർക്യൂട്ട്, LTP, UTP ഒക്കെ നോക്കുക. ഡിജിറ്റൽ ട്രോണിക്സ് പിന്നെ കോമൺ ടോപ്പിക്കാണ്, പിന്നെ പറയേണ്ട കാര്യമില്ല. നമ്പർ സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. ആ 4 നമ്പർ സിസ്റ്റം നോക്കുക, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസ് നോക്കുക. പിന്നെ ഗ്രേ കോഡ്, അങ്ങനെ ചില സ്പെഷ്യൽ കോഡ്സ് ഉണ്ടല്ലോ, അത് നോക്കുക. ബൂളിയൻ ആൾജിബ്ര, സ്വിച്ചിങ് ആൻഡ് ലോജിക് ലെവൽസ് എന്തൊക്കെയാണ്, ബൂളിയൻ ആൾജിബ്ര തിയറംസ്, ഡിമോർഗൻസ് തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. പല ടൈപ്പ് ഓഫ് ഗേറ്റുകൾ നമുക്കറിയാം. അരിത്തമെറ്റിക് ഗേറ്റ് ഉണ്ട്, യൂണിവേഴ്സൽ ഗേറ്റ് ഉണ്ട്, പിന്നെ സാധാരണ ഗേറ്റ്, അതായത് നമ്മൾ നോട്ട് ആൻഡ് ഓർ ഒരു കാറ്റഗറി, എക്സോറും എക്സ്നോർ ഒരു കാറ്റഗറി, നാൻഡും നോർ ഒരു കാറ്റഗറി, അങ്ങനെയാണല്ലോ. ആ കാര്യങ്ങളൊക്കെ നോക്കുക. ആഡേഴ്സും അതുപോലെ ഫ്ലിപ്പ് ഫ്ലോപ്സും മനസ്സിലാക്കി വയ്ക്കുക. കൗണ്ടേഴ്സ്, മൈക്രോ കൺട്രോളർ 8051 ഫീച്ചറും ഫ്ലാഗൊക്കെ ഇതിൽ പറയുന്നത്. ലാസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയണ്ട കേട്ടോ. ലോജിക് ഫാമിലീസ് എല്ലാം തന്നെ നോക്കുക. പോസിറ്റീവ് നെഗറ്റീവ് ലോജിക് എന്താണ്, ഡീറ്റെയിൽ, ഷോർട്ട് കീ, അതിനൊക്കെ ഡീറ്റെയിൽസ്, നോയ്സ് മാർജിൻ, പ്രൊപ്പഗേഷൻ ഡിലേ, ഇതിനൊക്കെ ഡെഫിനിഷൻസ് കുറേ ഉണ്ടാവും. ഡെഫിനിഷൻസും വല്ല എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നോക്കുക. അതിനൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻസും ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. സെമി കണ്ടക്ടർ മെമ്മറി 2 ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്, റാമും റോമും. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, പിന്നെ പല ടൈപ്പ് ഓഫ് റാം ഉണ്ട്, പല ടൈപ്പ് ഓഫ് റോം ഉണ്ട്. അതൊക്കെ എന്താണ് നമ്മൾ അറിയില്ലേ, വോളറ്റൈൽ മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ മെമ്മറിയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് നോർമലി വരിക. നമുക്കറിയാമല്ലോ ഈ ഒരു എക്സാമിനേഷൻ പറയുമ്പോൾ ഒരുപാട് ടഫ് അല്ല, ഒരുപാട് ഈസി അല്ല, മീഡിയം ലെവലിലെ എക്സാമിനേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുള്ള ചിലപ്പോൾ ഈ ഒരു മെമ്മറിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എങ്ങനെയായിരിക്കും, ഒരു 3 ABC വന്നിട്ട് എയും ബിയും ശരിയാണ്, ബിയും സിയും ശരിയാണ്, 3ഉം ശരിയാണ്, 3ഉം തെറ്റാണെന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അത് കേട്ടോ. ടെലിവിഷൻ പിന്നെ കുറേ ടെർമിനോളജീസ് ഉണ്ട്. ലൂമിനൻസ്, ക്രോമിനൻസ്, കമ്പാറ്റബിലിറ്റി, അഡിറ്റീവ്, സബ്ട്രാക്റ്റീവ്, മിക്സിങ്, അതൊക്കെ എന്തൊക്കെയാണ്. കളേഴ്സ് മിക്സിങ് ഉണ്ടല്ലോ, ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എന്നുള്ള കാര്യം. കളർ TV, ക്യാമറ, അതിൻ്റെ വർക്കിംഗ്, ഡെൽറ്റ ഗണ്ണ്,
Trinitron color picture tubes, basic color TV system, NTSC CCAM PAL system, PAL B ആണ് നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യണം. അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫുൾ ഫോം ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഓഫ് 1/other, PAL D കോഡർ, PAL D കളർ TV റിസീവർ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. കുറേ CCTVയും MATV അങ്ങനെയുള്ള ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. നിങ്ങൾ TV പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിയുന്നതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പറയേണ്ട കാര്യം നമ്മൾ സ്വന്തം ടോപ്പിക്കുകളെല്ലാം ഇതിൽ കടന്നു വരുന്നുണ്ട്. EM waves, പ്രൊപ്പഗേഷൻ ഓഫ് EM waves, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി ആ ഭാഗം, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ പറയാത്രേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിന് ചോദ്യം വരുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നാണ്, AM എന്നാണ്. AM ഡിറ്റക്ഷൻ, FM ഡിറ്റക്ഷൻ, ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന റിസീവേഴ്സ് അതൊക്കെയാണ്. അതുപോലെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെ നോക്കുക. സൂപ്പർ ഹെറ്ററോഡൈൻ റിസർവ് ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ്സ്, PCM ഇമ്പോർട്ടൻ്റ് ആണ്. ASK, FSK, BPSK, QPSK, അത് ഇതിൻ്റെ ഇത്ര ടൈംസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. BPSKൻ്റെ ഇത്ര ടൈംസ് ആണ്, QPSK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. QPSKൻ്റെ ഇത്ര ടൈംസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവങ്ങളുണ്ട്. അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. MSK ഫുൾ ഫോം ഒക്കെ നോക്കി വയ്ക്കുക. നോയ്സ് കമ്മ്യൂണിക്കേഷനിൽ എന്തായാലും നോയ്സ് വരും. SNR എന്താണെന്നുള്ളത് നോക്കുക. അതിൻ്റെ മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യം നോക്കുക. പിന്നെ ആൻറ്റിന ഭാഗം, ഫിസിക്കൽ കോൺസെപ്റ്റ്, റേഡിയേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ആൻഡ് റേഡിയേഷൻ, പോയിന്റ് സോഴ്സ് എന്താണ്, ഗെയിൻ, പവർ ഗെയിൻ, ഡയറക്റ്റിവിറ്റി, അപ്പർച്ചർ, എഫക്റ്റീവ് ഏരിയ, റേഡിയേഷൻ പാറ്റേൺ, ബീം വിഡ്ത്ത്, അങ്ങനെയുള്ളതിൻ്റെ റേഡിയേഷൻ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുക. അതിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കുക. ടൈപ്സ് ഓഫ് ആൻറ്റീന, ഹാഫ് വേ ഡൈപ്പോൾ, ഫോൾഡ് ഡൈപ്പോൾ, യാഗിയുടെ ആൻറ്റിന വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്കോണി ആൻറ്റിന വേറൊരു പേരുണ്ട്. റോംബിക് ആൻറ്റിന, പരാബോളിക് ആൻറ്റിന. പരാബോളിക് ആൻറ്റിനൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. ആൻറ്റിന അറേസ്, എൻഫർ അറേ, ബ്രോഡ് സൈഡ് അറേ ഉണ്ട്. അതിൻ്റെ ആ അറേ വെച്ചിട്ട് തന്നെയാണ് ഈ ആൻറ്റിന നിർമ്മിച്ചിട്ടുള്ളത്. യാഗിയുടെ ആൻറ്റിനയുടെ ഒരു ഭാഗം, ഡയറക്ടർ, അങ്ങനെയുള്ള കുറേ സാധനമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. മൈക്രോ കൺട്രോളർ ഫീച്ചേഴ്സ് 805 ആർക്കിടെക്ചർ, മെമ്മറി ഓർഗനൈസേഷൻ, പ്രോഗ്രാമറി, ഡാറ്റ മെമ്മറി, രജിസ്റ്റർ, ബാങ്ക്സ്, ആർക്കിടെക്ചർ ഓഫ് പോർട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. PSR, PSW, പിന്നെ ഇതൊക്കെ എത്ര ബിറ്റാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. ടൈമർ, കൗണ്ടർ, ഡിഫറെൻറ്റ് മോഡ്സ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട്, SPF, ഇൻട്രപ്സ്. ഇത് സംഭവം ഇങ്ങനെ കാണുമ്പോൾ ഇത്തിരി ഉണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം പഠിക്കാണ്ട്. പക്ഷേ 10 മാർക്കോളം നമുക്ക് കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെക്ചറൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത ലെക്ചറിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ഇത് കവർ ചെയ്യാൻ പറ്റും ഈ ഒരു 2 മാസത്തിനുള്ളിൽ. അപ്പോൾ ഈ 2 മാസം ചെറിയൊരു ടൈം പീരീഡ് അല്ല, നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക. എല്ലാവർക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. കാരണം എന്തായാലും വാക്കൻസികൾ കൂടാനുള്ള സാധ്യതയുള്ള രീതിയാണ്. മറ്റേത് പറയുമ്പോൾ അധികം അങ്ങനെ വാക്കൻസി കൂടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.